ഹായ്. നമ്മളിപ്പോൾ 2-3 എപ്പിസോഡായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഇന്നത്തെ ചോദ്യം ഇതാണ്: തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ടൗൺ ഹാളിന് ഇപ്പോൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ സി കുറുമ്പൻ ദൈവത്താൻ, ഓപ്ഷൻ ഡി കുമാരനാശാൻ. അപ്പോൾ ഇതിൽ ആരുടെ പേരാണ് VJT ഹാളിന്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന് നൽകിയിരിക്കുന്നതാണ്? അപ്പോൾ VJT ഹാൾ നമ്മുടെ തിരുവനന്തപുരത്ത് പാളയത്താണ് VJT ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ആ VJT ഹാളിന് ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത് അയ്യങ്കാളിയുടെ പേരാണ്. ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് 2019 മുതലാണ് മഹാത്മാ അയ്യങ്കാളി ടൗൺ ഹാൾ എന്ന പേരിൽ അറിയുന്നത്. 2019 മുതലാണ് മഹാത്മാ അയ്യങ്കാളി ടൗൺ ഹാൾ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഇതെപ്പോഴാണ് പണിയെടുപ്പിച്ചത്? ഈ ടൗൺ ഹാള് പണിയെടുപ്പിക്കുന്നത് 1896 1896 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ രാജാവായിരിക്കുന്ന സമയത്താണ് ഇത് പണിയെടുപ്പിക്കുന്നത്. 1896 ആയപ്പോൾ ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അധികാരത്തിൽ വന്നിട്ട് 50 വർഷമായി. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ 50-ാം വാർഷികവുമായിട്ടനുബന്ധിച്ചാണ്, അതായത് വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ 50-ാം വാർഷികം, അതുമായിട്ടനുബന്ധിച്ചാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? VJT ഹാള് പണിയെടുപ്പിച്ചത്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണിയെടുപ്പിച്ചത്. കഴ്സൺ തിരുവിതാംകൂറൊക്കെ സന്ദർശിക്കുന്നു ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്. അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ. അത് കഴിഞ്ഞ് അവിടെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ശ്രീമൂലം പ്രജാസഭയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ശ്രീമൂലം പ്രജാസഭയുടെ സമ്മേളനങ്ങൾ എവിടെ വെച്ച്? VJT ഹാളിൽ വെച്ച് നടന്നിരുന്നു. 1912 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അവിടുത്തെ പ്രജാസഭയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി 1912. അപ്പോൾ ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാം. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ടൗൺ ഹാളിന് ഇപ്പോൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരുന്നു? അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ടൗൺ ഹാള് എന്നാണ് ഇപ്പോൾ നമ്മുടെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള്, VJT ഹാള് അറിയപ്പെടുന്നത്. അതെപ്പോഴാണ് ആ പേര് നൽകിയത്? 2019 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പേര് അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്.